നമുക്കിന്ന് മർക്കോസിൻ്റെ സുവിശേഷം നാം പഠിച്ചു തുടങ്ങുകയാണ്. 16 അധ്യായങ്ങളുള്ള ഈ സുവിശേഷങ്ങളിൽ വെച്ച് ദൈർഘ്യം കുറഞ്ഞ ഈ സുവിശേഷം നാം പഠിക്കുവാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പങ്കെടുക്കാം. നമ്മുടെ ബൈബിൾ തുറക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനം ഞാൻ വായിക്കാം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. The beginning of the gospel of Jesus Christ, the Son of God. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം ആരംഭിക്കുന്നത്. ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ലഘുവായ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു തുടക്കമായിരിക്കും, ഒരു ആമുഖമായിരിക്കും നാം കേൾക്കാൻ പോകുന്നത്. നമുക്ക് 1-ാം അധ്യായം നേരെ കയറി പഠിച്ചു തുടങ്ങാൻ സാധ്യമല്ല. നമുക്ക് ഈ പുസ്തകം എന്തുദ്ദേശത്തോടെ എഴുതി, ഇത് ആരെഴുതി, ഇതെഴുതിയ സമയത്തുള്ള കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ഈ സുവിശേഷ പുസ്തകത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് ഒന്ന് അവലോകനം ചെയ്യാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ ചുരുക്കമായിട്ട് ഇങ്ങനെ പറയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വം, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ പഠിപ്പിക്കലുകൾ എന്നീ കാര്യങ്ങളെ ജനത്തിന് മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാനും അവതരിപ്പിക്കാനും വേണ്ടിയാണ് മർക്കോസ് ഈ ഉദ്യമം നടത്തിയത് എന്ന് പറയാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വം, പ്രവൃത്തികൾ, പഠിപ്പിക്കലുകൾ, ഹിസ് പേഴ്സൺ, വർക്ക് ആൻഡ് ടീച്ചിങ്സ്, ഈ കാര്യങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. എന്നാൽ മറ്റ് സുവിശേഷങ്ങളെ അപേക്ഷിച്ച് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, യേശു പ്രസംഗിച്ച കാര്യങ്ങളെക്കാൾ അധികമായി തൻ്റെ പ്രവൃത്തികളെയാണ് ഇവിടെ ഊന്നി പറയുന്നത്. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും ഒക്കെ ഇവിടെ ഊന്നി പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പ്രസംഗവും ഒക്കെ, പർവ്വതപ്രസംഗവും അതുപോലെ നീണ്ട ഡിസ്കോഴ്സസ് ഇതിനകത്ത് തീരെ അതങ്ങനെ കാണാനായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സുവിശേഷമാണ്. പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം ഇറ്റ് ഈസ് ആക്ഷൻ പാക്ഡ് എന്ന് പറയാൻ സാധിക്കും. നാം അതാണ് ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. അതിൽ ഒരധ്യായത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ഇനി എഴുത്തുകാരനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ എഴുത്തുകാരൻ്റെ പേരിലാണ് നാം മനസ്സിലാക്കുന്നത്, മർക്കോസ് എഴുതിയ സുവിശേഷം. അതുകൊണ്ട് എഴുത്തുകാരൻ്റെ പേര് മർക്കോസ് എന്നാണ് എന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. മർക്കോസിൻ്റെ മുഴുവൻ പേര് ജോൺ മാർക്ക് യോഹന്നാൻ മർക്കോസ് എന്നാണ്. മർക്കോസ് എന്നത് അദ്ദേഹത്തിൻ്റെ സർനെയിമാണ്, കുടുംബപ്പേരാണ് എന്ന് വേണമെങ്കിൽ പറയാം. യോഹന്നാൻ മർക്കോസ് എന്നാണ് പേര്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഈ മർക്കോസ് ഉൾപ്പെടുന്നില്ല. അദ്ദേഹം 12 പേരിൽ ഒരുവനായിരുന്നില്ല എന്നുള്ള കാര്യവും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, മർക്കോസിനെ കുറിച്ച് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ മർക്കോസും അനുഗമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം നോക്കാം. ആക്ട്സ് 12 and verse 12. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇവിടെ മിഷണറി യാത്രയെക്കുറിച്ചുള്ള വാക്യമല്ല ഇത്. മർക്കോസ് ആരായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് ആരായിരുന്നു? യെരുശലേമിൽ പാർത്തിരുന്ന മറിയ എന്ന ഒരു ശിഷ്യയുടെ മകനായിരുന്നു, മറിയയുടെ മകനായിരുന്നു.
അവർക്ക് യെരൂശലേമിൽ ഒരു നല്ല വീടുണ്ടായിരുന്നു. പത്രോസിനെ തടവിലാക്കിയ ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. പ്രവൃത്തികൾ 12:12 ദൈവം അത്ഭുതകരമായിട്ട് പത്രോസ് അപ്പോസ്തലനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം റോഡിൽ ഇറങ്ങിയപ്പോൾ ദൈവം അത്ഭുതകരമായി തന്നെ വിടുവിച്ചു എന്നറിഞ്ഞപ്പോൾ നേരെ ഈ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അതായത് യെരൂശലേമിലുള്ള ഈ മറിയ എന്ന സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ അനേകം വിശ്വാസികൾ കൂടിയിരുന്ന് പത്രോസിൻ്റെ വിടുതലിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ മറിയയുടെ മകനാണ് യോഹന്നാൻ മർക്കോസ് എന്ന നമ്മുടെ കഥാനായകൻ. ഓക്കെ, ഈ മർക്കോസ് പൗലോസ് അപ്പോസ്തലൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ തൻ്റെ കൂടെ അനുഗമിച്ച ഒരുവനായിരുന്നു എന്നുള്ള വാക്യവും നമുക്ക് കാണാം. അത് പ്രവൃത്തികൾ 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. കുറേ കാലം മർക്കോസ് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ ചേർന്ന് ഈ സുവിശേഷ വേലയിൽ പങ്കാളിയായി അവരുടെ അസിസ്റ്റൻ്റായിട്ട് കൂടെ പോയി. എന്നാൽ ഒരു പ്രത്യേക സമയത്ത് വന്നപ്പോൾ അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായി. ഈ വേലയൊക്കെ വിട്ട് അദ്ദേഹം യെരൂശലേമിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് ആക്ട്സ് 13:13 വായിക്കുന്നത്. പൗലോസും കൂടെ ഉള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ, അതായത് മർക്കോസ്, അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് പൗലോസ് അപ്പോസ്തലനെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും ഒരുപക്ഷെ ചൊടിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരുവൻ ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ വിട്ടിട്ട് പോകുന്നത് വളരെ തെറ്റായ കാര്യമാണെന്നുള്ള ഒരു നിലപാടാണ് പൗലോസ് എടുത്തിരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വായിക്കാം. എന്നാൽ ബർന്നബാസിനും മർക്കോസിനും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കസിൻസ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് കൊലോസ്യർ 4-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. കൊലോഷ്യൻസ് 4:10. അവിടെ ആ ബന്ധം പറയുന്നു. പൗലോസ് പറയുകയാണ്, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ അഥവാ കസിനായ മർക്കോസും, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. അത് വീണ്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഈ വാക്യത്തിൽ കാണുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ആദ്യത്തെ കൂട്ടാളിയായിരുന്ന ബർന്നബാസിൻ്റെ ഒരു സഹോദരൻ, ഒരു കസിൻ ബ്രദർ ആയിരുന്നു ഈ മർക്കോസ്. ഒരു പക്ഷേ കുറച്ചുകൂടെ ഇളയ ഒരു കസിൻ ആയിരിക്കാം. അതുകൊണ്ട് ബർന്നബാസിനോട് വളരെ ഫ്രീഡം ഉണ്ടായിരുന്നു. സഹോദര, ഞാൻ മതിയാക്കി പോവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് യെരൂശലേമിലേക്ക് മിനിസ്ട്രിയൊക്കെ വിട്ടേച്ച് ഈ മർക്കോസ് വീട്ടിൽ പോയി എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഈ മർക്കോസ് ആരാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ബർന്നബാസിൻ്റെ കസിനായിരുന്നു, സഹോദരനായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ ആദ്യത്തെ മിഷണറി യാത്രയിൽ പങ്കാളിയായി അവരുടെ കൂടെ പോയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതോടൊപ്പം പത്രോസിൻ്റെ കൂടെയും ഈ മർക്കോസ് യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന് 1 പത്രോസ് 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണാം. 1 Peter chapter 5:13. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്കും മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അതായത് പത്രോസ് ഈ 1-ാം ലേഖനം എഴുതുമ്പോൾ ആര് കൂടെയുണ്ട്? മർക്കോസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു, എൻ്റെ കൂടെ ഇതാ ഇവിടെയുണ്ട് മർക്കോസ്, അയാളും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറയുമാറ് പത്രോസിൻ്റെ കൂടെ കുറച്ചു കാലം ഈ മർക്കോസ് ഉണ്ടായിരുന്നു. ഇനി പൗലോസും ബർന്നബാസും തമ്മിൽ ഒരു സമയത്ത് വന്നപ്പോൾ അവർക്ക് തമ്മിൽ ഒരു ചെറിയതല്ല ഒരു ഉഗ്രവാദമുണ്ടായി എന്നവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതും നോക്കാം. അത് മർക്കോസ് ഇടയ്ക്ക് വെച്ച് ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് പോയതിനെ ചൊല്ലിയാണ് ഈ ദേവദാസന്മാർക്കിടയിൽ ഒരു പ്രയാസം ഉണ്ടായത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആക്ട്സ് 15:35 ഓൺവേർഡ്സ്. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്
നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ബർന്നബാസ് ആഗ്രഹിച്ചു. ബർന്നബാസിന് ഇത്തവണ അവൻ തിരിച്ചു പോയെങ്കിൽ നമുക്ക് യെരുശലേമിൽ നിന്ന് ഇപ്പോൾ പോകുമ്പോൾ മർക്കോസിനെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് ബർന്നബാസ് ഒരു ഐഡിയ അങ്ങോട്ട് പറഞ്ഞു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക്, അതായത് മിനിസ്ട്രിക്ക് വരാതെ പോയവനെ ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് ചിന്തിച്ചു. അങ്ങനെ അവരുടെ ആശയങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റായി. അതായത് പൗലോസും ബർന്നബാസും തമ്മിൽ ഈ മർക്കോസിനെ ചൊല്ലി അവരുടെ ഇടയിൽ ഒരു ഡിബേറ്റ്, ഒരു വാദപ്രതിവാദമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. ഇംഗ്ലീഷിൽ ദേ ഹാഡ് എ ഷാർപ്പ് ഡിസഗ്രിമെൻറ്റ്. അവർ പിണങ്ങിയെന്നോ വഴക്കുണ്ടാക്കിയെന്നോ ഒന്നുമല്ല, അവർക്ക് ആശയക്കുഴപ്പം, അവർക്ക് യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല, അല്ലാതെ പിണങ്ങിപ്പോയില്ല. അവർ തമ്മിൽ ഈ കാര്യത്തെക്കുറിച്ച് വാദിച്ചു. ഒരാൾ പറഞ്ഞു ശരിയാണ്, അവനെ കൊണ്ടുപോകാം. വേറൊരാൾ പറഞ്ഞു ശരിയല്ല, അവനെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് ശാഠ്യമായിട്ട് പൗലോസ് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ വാദപ്രതിവാദം, ഉഗ്രവാദമുണ്ടായി. ദേ ഹാഡ് ഷാർപ്പ് ഡിസഗ്രിമെൻറ്റ്. എന്നിട്ട് തമ്മിൽ അവരുടെ മിനിസ്ട്രിയിൽ രണ്ടായിട്ട് പിരിഞ്ഞു. ഇനി ഒരുമിച്ച് നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ അവരുടെ മിനിസ്ട്രി രണ്ടായിട്ട് തിരിഞ്ഞു പോയി എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും ഒരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നതും പൗലോസിൻ്റെ കാഴ്ചപ്പാട് മാറുന്നതും ഒക്കെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കാഴ്ചപ്പാട് മാറ്റി ഈ സഹോദരനെ കൈക്കൊള്ളുവാനായിട്ട് താല്പര്യം കാണിച്ചു. പൗലോസ് മർക്കോസിനെ പിന്നീട് ആക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു എന്ന് കൊലോസ്യർ 4:10 നാം മുമ്പ് വായിച്ച വാക്യമാണ്. എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ കസിനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. പ്രൈസ് ദ ലോർഡ്. മർക്കോസിനെ ആദ്യം തള്ളി പറഞ്ഞുവെങ്കിലും പിന്നീട് പൗലോസ് പറഞ്ഞു അങ്ങനെയല്ല, മർക്കോസിനെ നമുക്ക് സ്വീകരിക്കണം, അവനെയും വേലയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവനെ സ്വീകരിക്കുന്നു. ഇത് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ, സുവിശേഷ വേലക്കാരുടെ ഇടയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. സ്നേഹത്തിൽ നാം ചേർന്ന് പ്രവർത്തിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഒരാൾ പിരിഞ്ഞുപോയി, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാറിപ്പോയി, അതുകൊണ്ട് സദാകാലം അവനോട് പിണങ്ങിയിരിക്കുകയല്ല, അവൻ മടങ്ങി വരുന്നു എന്ന് കണ്ടപ്പോൾ അവനെ കൈക്കൊള്ളുവാൻ പൗലോസിന് മനസ്സായി എന്നിവിടെ കാണാൻ സാധിക്കും. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ഇടയിലും സഭയിലും ഒക്കെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും, നമ്മോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി മാറിപ്പോയവരെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവരെ സ്നേഹിക്കുവാനും കൈക്കൊള്ളുവാനും സ്വീകരിപ്പാനും ഒക്കെ വിശാലമായൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ് എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ശരി, മുമ്പോട്ട് പോകാം. ഫിലേമോൻ്റെ പുസ്തകത്തിൽ 24-ാം വാക്യം നോക്കുക. ഫിലേമോൻ 24-ാം വാക്യം, ഫൈലിമൻ വേഴ്സ് 24. എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. നോക്കുക, ഈ ഫിലേമോൻ്റെ ലേഖനം എഴുതുമ്പോഴേക്കും വീണ്ടും മർക്കോസ് എൻ്റെ കൂട്ടുവേലക്കാരൻ എന്നുള്ള നിലയിലേക്ക് പൗലോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു സമയത്ത് ഉഗ്രവാദം ഉണ്ടായി അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ മനസ്സ് മാറി, അവനെ കൂട്ടുവേലക്കാരനായി അംഗീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഹൃദയവിശാലത നമുക്കൊക്കെ ആവശ്യമാണ്. ഒരിക്കൽ ഞാനങ്ങനെ പറഞ്ഞു എന്ന് നാം ശാഠ്യം പിടിക്കരുത്. അത് ചില മനുഷ്യരൊക്കെ അങ്ങനെ പറയാറുണ്ട്. നമുക്കറിയാം, പീലാത്തോസ് അങ്ങനെ പറഞ്ഞു. മാറ്റി എഴുതണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, ഞാൻ എഴുതിയത് എഴുതി, ഇനി അത് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ശാഠ്യം പിടിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് പീലാത്തോസിനെ കുറിച്ച് കാണാൻ സാധിക്കും. പക്ഷെ പൗലോസ് അയവ് വരുത്തി, തൻ്റെ കാഴ്ചപ്പാടിൽ അയവ് വരുത്തി. 2 തിമോഥെയോസ് 4-ാം അധ്യായം 11-ാം വാക്യം നോക്കുക.
2 Timothy chapter 4 verse 11. അവിടെയും പൗലോസ് പറയുകയാണ്, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ മർക്കോസിനെ വേലയ്ക്ക് ഉപയോഗമുള്ളവനായി ഒരു നല്ല രീതിയിൽ സ്വീകരിച്ച് അവനെയും കൂട്ടിക്കൊണ്ടുവാ, നമുക്ക് ഒരുമിച്ച് അവനെയും കൂടെ കൂട്ടി വേല ചെയ്യാം എന്ന് പറഞ്ഞ് വീണ്ടും മർക്കോസിന് അവസരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ള ഹൃദയവിശാലത എല്ലാ ദൈവദാസന്മാർക്കും ഉണ്ടാകേണ്ടതാണ്. ഒരു സമയത്ത് പിരിഞ്ഞു പോയവരെ പിന്നെ ഒരിക്കലും അവരുമായിട്ട് ബന്ധമില്ല എന്നുള്ള നിലയ്ക്ക് നാം ഒരിക്കലും കാണരുത്. ഈ മർക്കോസിനെ കുറിച്ച് ആണ് നാം ഈ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നത്. മർക്കോസിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമുണ്ട്. മർക്കോസ് ആദ്യം തെറ്റിപ്പോയി ദൈവദാസനെ വിട്ട് വേലയൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ പോയ ഒരാളാണ്. അതിനെ ഒരു ചെറിയ പിന്മാറ്റമെന്ന് വിളിക്കാം. വേലയൊക്കെ ഇട്ടേച്ചങ്ങ് പോയി, ഉത്തരവാദിത്തമില്ല. അത് ചെറുപ്പക്കാരനായിരുന്നു, അതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്കിലും അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയ ആ മർക്കോസിന് ദൈവം വീണ്ടും അവസരം കൊടുത്തു. ദൈവം വീണ്ടും അവന് മടങ്ങി വരാനും വേലയിൽ ഉപയോഗമുള്ളവനായി തീരാനും ഒക്കെ ദൈവം അവസരം കൊടുത്തു. ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. ദൈവം അവസരങ്ങൾ നൽകുന്നു. എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം രണ്ടാമത്തെ ചാൻസ് മാത്രമല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് ചാൻസസ്, അവസരങ്ങൾ വീണ്ടും വീണ്ടും തന്നിട്ടില്ലേ? ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതെ, ദൈവം അവസരങ്ങൾ നൽകുന്നവനാണ്. ആ ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് സ്വീകരിക്കാം. കർത്താവേ, അവിടുന്ന് എന്നോട് വീണ്ടും വീണ്ടും കരുണ കാണിച്ച് എൻ്റെ പാപങ്ങളെയും തെറ്റുകളെയും ഓർക്കാതെ എന്നെ സ്വീകരിച്ച് എനിക്ക് എത്രയോ അവസരങ്ങൾ നൽകി എന്ന് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതുവാനുള്ള ആദ്യത്തെ അവസരം ഈ മർക്കോസിന് ദൈവം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് എത്ര ഉന്നതമായൊരു കാര്യമാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകം എഴുതുവാൻ ദൈവം ഈ മർക്കോസിനെ നിയോഗിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുള്ളവരാണെങ്കിൽ, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വെച്ചു മതിയാക്കിയില്ല, ഞാൻ ഇനി ഒന്നിനും ഇല്ല, ഞാൻ ഒരു കാര്യത്തിനും ഇല്ല, ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അലസരായി പുറകോട്ട് മാറാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ മടങ്ങി വന്നാൽ ദൈവത്തിന് വലിയൊരു പ്രവൃത്തി ചെയ്യിപ്പിക്കുവാനായിട്ടുണ്ട്. അതെൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് വലിയൊരു ഓണറാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം, യേശുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതുവാൻ ഈ മർക്കോസിനെ ദൈവം ഉപയോഗിച്ചു. അത് വലിയൊരു ഓണറാണ്, ഒരു ബഹുമതിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൈവത്തിന് നമ്മെയും അതുപോലെ ഉപയോഗിക്കാൻ കഴിയും. ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ, കൃപകളെ കുഴിച്ചു മൂടാതെ അത് പ്രയോജനപ്പെടുത്തുവാൻ ഈ കാലങ്ങളിൽ നാം ഓരോരുത്തരും ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കുള്ള മിനിസ്ട്രി, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കണ്ടെത്തി അതിൽ ഏറ്റവും ഫലപ്രദമായി, എഫക്റ്റീവായി അതിൽ പങ്കെടുക്കുവാൻ നാം ഉത്സാഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. അതാണ് മർക്കോസിനെ ഈ എഴുത്തുകാരനായ, ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് പറയുമ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസ് ആദ്യമായിട്ട് ഇത് എഴുതി, ഈ സുവിശേഷം എഴുതി. അതിനുശേഷമുള്ള സുവിശേഷങ്ങൾ എഴുതിയ മത്തായിയും ലൂക്കോസും ഒക്കെ അവരുടെ ലേഖനത്തിന് മർക്കോസിൻ്റെ സുവിശേഷം ആധാരമായി എടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അവർ പലതും അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. മർക്കോസ് വളരെ ചുരുക്കത്തിലാണ് എഴുതിയത്. ആകെ 16 അധ്യായങ്ങളേ ഉള്ളൂ. എങ്കിലും വളരെ ആക്ഷൻ പാക്ഡ് ആയിട്ട് എഴുതി ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ നിറച്ചു വെച്ച് ആണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കും ഒരു പ്രത്യാശയ്ക്ക് വക ഇവിടെയുണ്ട്. നിങ്ങൾ ക്ഷീണിച്ച് പിന്മാറി മനസ്സിൽ സങ്കടമുള്ളവരായിട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെയല്ല, ഈ മർക്കോസിനെ ഒന്ന് നോക്ക്. അവൻ തെറ്റുപറ്റിയവനാണ്, പിന്മാറിപ്പോയവനാണെങ്കിലും അവൻ മടങ്ങി വന്നു. ദൈവം അവന് വലിയ ഓണർ കൊടുത്തു, വലിയ പദവി കൊടുത്തു. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള ആദ്യത്തെ സുവിശേഷം ചമയ്ക്കുവാനുള്ള അവകാശം, ബൈബിൾ എഴുതുവാനുള്ള ആ നിയോഗം ദൈവം മർക്കോസിന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ എത്രയധികം ഉപയോഗിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. ഈ
ആദ്യത്തെ സുവിശേഷം എഴുതപ്പെട്ടത് AD 55-നും 65-നും ഇടയിലാണെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നമുക്കത് ഏറെക്കുറെ അങ്ങനെ സ്വീകരിക്കാം. AD 55-നും 65-നും ഇടയ്ക്കുള്ള സമയത്താണ് ഈ പുസ്തകം എഴുതിയത് എന്ന് കാണാൻ സാധിക്കും. ഇത് ആർക്കെഴുതി എന്ന് ചോദിച്ചാൽ, ഇത് റോമാ പട്ടണത്തിൽ വെച്ച് എഴുതിയതാണ്. റോമിലെ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണ് എന്നും ആണ് നമുക്ക് മനസ്സിലാകുന്നത്. റോമിലെ വിശ്വാസികൾ ഭൂരിപക്ഷവും വിജാതീയരായ യഹൂദന്മാരല്ലാത്ത ആളുകളാണ്. അവർ വിജാതീയരായ ജെൻറ്റൈൽസ് ആയിരുന്നു. അവർ സുവിശേഷം കേട്ട് യേശുവിലേക്ക് വന്നവരാണ്. ചുരുക്കം ചില യഹൂദന്മാർ ഒരുപക്ഷെ റോമിലെ സഭയിൽ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും ഏറ്റവും അധികം അവിടുത്തെ സഭയിൽ, റോമിലെ സഭയിൽ വിജാതീയരായ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി എഴുതിയതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതെ, അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് എഴുതുന്ന ശൈലി അല്ല ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവലംബിച്ചിരിക്കുന്നത്. മത്തായിയും ലൂക്കോസും ഒക്കെ എഴുതുന്നത് വേറൊരു ശൈലിയിലാണ്. അവർക്ക് യഹൂദന്മാർക്കും കൂടെ ചേരുന്ന രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നീണ്ട വംശാവലി പട്ടികയും വിവരണങ്ങളും ഒക്കെ അതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം യഹൂദന്മാർക്ക് ഈ കാര്യങ്ങളെ അവർക്ക് അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ ശരിയായിരിക്കുന്ന വംശാവലി വിവരങ്ങൾ, ഈ യേശുക്രിസ്തു ആരിൽ നിന്ന് ഉത്ഭവിച്ചു വന്നു, അവൻ്റെ വംശാവലി എന്താണ്, ഇതൊക്കെ യഹൂദന്മാർക്ക് വളരെ മുഖ്യമായ വിഷയങ്ങളാണ്. എന്നാൽ വിജാതീയർക്ക് അതൊന്നും അത്ര പ്രശ്നമല്ല. നമ്മെ സംബന്ധിച്ചും നമ്മുടെ 10-15 തലമുറ മുമ്പോട്ടുള്ള ആളുകളുടെ നമ്മുടെ പൂർവികരുടെ കണക്കുകളും വംശാവലിയും ഒന്നും നമ്മുടെ കയ്യിലില്ല. നാം അതൊന്നും എഴുതി വെക്കുന്ന ശീലവും നമുക്കില്ല. പക്ഷേ യഹൂദന്മാർ അങ്ങനെയല്ല. ഇന്നും അതൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള തലമുറകൾ, 14 തലമുറകൾ, പിന്നെ 14 തലമുറകൾ എന്നിങ്ങനെയൊക്കെ വംശാവലി വളരെ വ്യക്തമായിട്ട് എഴുതി സൂക്ഷിച്ച് ഒക്കെ വയ്ക്കുന്ന രീതി യഹൂദന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യോസഫിൻ്റെയും മറിയയുടെയും ഒന്നും വംശാവലി വിവരങ്ങൾ നാം ആ രീതിയിൽ കാണുന്നില്ല. കാരണം അത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതല്ല. വേറെ ചില തെളിവുകളും അതിനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇനി ഈ എഴുതുന്ന സമയത്ത് AD 55 കാലഘട്ടങ്ങളിൽ മർക്കോസ് ഈ സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ പശ്ചാത്തലം, ആ കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു എന്നും കൂടെ നാം ഒരല്പം അറിയേണ്ടത് ആവശ്യമാണ്. നാം ഇന്ന് തിരുവനന്തപുരത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു പട്ടണത്തിൽ ജീവിക്കുന്നു. നമുക്ക് നമ്മുടെ പശ്ചാത്തലവും ഈ സാഹചര്യങ്ങളും ഇവിടുത്തെയുള്ള ജനായത്ത സംവിധാനവും ആ കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാവുന്നത്. ആ പശ്ചാത്തലം വെച്ച് മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ശരിയായിട്ട് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. ശരിയായി ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ആ തലമുറയിൽ ആരായിരുന്നു ഭരണം നടത്തിയിരുന്നത്, ആരാണ് അധികാരിയായിരുന്നത്, അന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, സമൂഹം വിലമതിച്ചത് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അറിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മർക്കോസ് സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരൊക്കെയും റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. റോമൻ കൈസർ, അദ്ദേഹമാണ് ചക്രവർത്തി. അദ്ദേഹത്തെ ലോക ചക്രവർത്തി എന്ന് വിളിക്കാം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ എംപയർ അണ്ടർ ടൈബീരിയസ് സീസർ, തിബരിയാസ് കൈസർ എന്ന ചക്രവർത്തിയുടെ കീഴിലാണ് അന്ന് റോമൻ സാമ്രാജ്യം നിലകൊണ്ടിരുന്നത്. എല്ലാ യഹൂദന്മാരും ഇസ്രായേൽക്കാരൊക്കെയും ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിയിലാണ് വന്നിരുന്നത്. അന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ, റോമൻ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും ഒരു പൊതുവായ ഒരു ഭാഷയുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ ഹിന്ദി അറിയാമെങ്കിൽ മിക്കയിടത്തും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ലോകത്തിൽ മിക്കയിടങ്ങളിലും മാനേജ് ചെയ്യാൻ പറ്റും. യൂറോപ്പിലും മറ്റും പ്രയാസമാണ്. എന്നാൽ പൊതുവായൊരു ഭാഷ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമാണ്.
അന്ന് റോമൻ സാമ്രാജ്യത്തിൽ മുഴുവനും ഗ്രീക്ക് ഭാഷ അവർ പഠിപ്പിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷ അന്ന് പൊതുവായൊരു ഭാഷയായിരുന്നു. രണ്ടാമത്, ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ അവരുടെ രാജ്യത്തെങ്ങും സഞ്ചരിക്കുവാൻ ആവശ്യമായ നല്ല വഴികൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യം നന്നായിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. മൂന്നാമത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാർത്താവിനിമയ രീതി. നമുക്കിന്നുള്ള ഇലക്ട്രോണിക് രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. കത്തെഴുതി അയക്കാനുള്ള സംവിധാനം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലെറ്റേഴ്സ് എഴുതി അയക്കുവാനും അത് നമുക്കുള്ളതുപോലെ മറ്റൊരു രീതിയിലുള്ളത് ഒരു പോസ്റ്റ് ഓഫീസ് സമ്പ്രദായം ഒരു പക്ഷേ അവർക്കുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ അന്ന് ഉണ്ടായിരുന്നു. അന്യോന്യ വിവരങ്ങൾ പല രാജ്യങ്ങളിൽ അറിയിക്കുവാനുള്ള ഒരു സംവിധാനം റോമൻ സർക്കാർ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ആ സന്ദേശം ആ കാലഘട്ടത്തിൽ ലോകത്തെമ്പാടും പ്രചരിക്കുവാൻ അത് മാർഗമൊരുക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് വാസ് ദ റൈറ്റ് ടൈം ഫോർ ദ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് ടു കം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്ദേശം എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേരുവാൻ ഇടയായി. ഗ്രീക്ക് ഭാഷ എല്ലാവർക്കും മനസ്സിലാകും. ആ ഭാഷ അവർ സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലായിടത്തും മനസ്സിലാകും. യാത്ര ചെയ്യാൻ റോഡുകളുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, കത്തെഴുതി അയക്കാമായിരുന്നു. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ആ സന്ദേശം എല്ലാ ജനതകളിലേക്കും വളരെ വേഗം പടർന്നു പിടിക്കുവാൻ പറ്റിയ ഒരു അനുകൂല സാഹചര്യം, പശ്ചാത്തലം അന്ന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ചില പ്രത്യേക കാര്യങ്ങൾ കൂടെ ഇതിനെക്കുറിച്ച് പറയാം. ഈ സുവിശേഷത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത്, കീ വേഴ്സ് എന്ന് പറയുന്നത്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരാശയവും ഒരു വാക്യവും ഉണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിലാണ്. നമുക്ക് അതൊന്ന് നോക്കാം. മാർക്ക് 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ത് ഉദ്ദേശത്തോടുകൂടി ആയിരുന്നു? താൻ വന്നത് ആളുകളുടെ ശുശ്രൂഷ സ്വീകരിക്കുവാൻ വേണ്ടിയല്ല. ഒരു ചക്രവർത്തിയോ വലിയ അധികാരിയോ ഒക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവരാണ്. അവർ തങ്ങളെ തന്നെ വലിയവരെന്ന് കാണുന്നു, ഉയർത്തുന്നു. മറ്റുള്ളവർ തങ്ങളെ സ്വീകരിക്കണം, ശുശ്രൂഷിക്കണം, ആദരിക്കണം എന്നൊക്കെ അവർ ഡിമാൻഡ് ചെയ്യും. എന്നാൽ യേശു അതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചത്. ആളുകളെ കൊണ്ട് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനായിട്ടല്ല, മറിച്ച് ആളുകളെ ശുശ്രൂഷിക്കുവാനും ഒടുവിലായി അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ ഒരു യാഗമായി അർപ്പിക്കുവാനുമാണ് താൻ വന്നത്. ആ വാക്യം ഈ സുവിശേഷത്തിലെ ഒരു താക്കോൽ വാക്യം എന്ന് നമുക്കതിനെ വിളിക്കാം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ ഒരു കേന്ദ്ര വാക്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും. ശുശ്രൂഷ ചെയ്യാനും തൻ്റെ ജീവനെ അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുവാനും അത്രേ. നമ്മളോട് ഈ വാക്യം സംസാരിക്കുന്നുണ്ടോ? യേശുവിനെക്കുറിച്ച് അത് ശരിയാണ്, എന്നാൽ നമ്മെക്കുറിച്ച് അത് സത്യമാണോ? നമുക്ക് ഒരു നിമിഷം ചിന്തിക്കുകയും തിരിഞ്ഞു നോക്കുകയും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും ചെയ്യാം. ദൈവമേ, ഞാൻ ശുശ്രൂഷ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളാണോ, അതോ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനും ശുശ്രൂഷ ചെയ്യാനും ഞാൻ ഒരുക്കമുള്ള ആളാണോ? വാട്ട് ഈസ് മൈ ആറ്റിറ്റ്യൂഡ്? വാട്ട് ഈസ് മൈ മെൻ്റൽ സ്റ്റേറ്റ്? നാം ആരെങ്കിലും നമ്മെക്കുറിച്ച് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രധാനപ്പെട്ട ആളാണ്, അധികാരിയാണ്, മുമ്പിൽ നിൽക്കുന്ന വലിയ ആളാണെന്ന് നാം നമ്മെക്കുറിച്ച് തന്നെ ഭാവിച്ചാൽ മറ്റുള്ളവർ നമുക്ക് ഇങ്ങോട്ട് ശുശ്രൂഷ ചെയ്യണം, നമ്മെ ബഹുമാനിക്കണമെന്നൊക്കെ നാം പ്രതീക്ഷിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് അങ്ങനെ ആയിരുന്നില്ല. താൻ അങ്ങോട്ട് ശുശ്രൂഷ ചെയ്യാനും ശിഷ്യന്മാരുടെ കാല് കഴുകിയത് ഒരു ദൃഷ്ടാന്തമാണ്. അവിടെ കാല് കഴുകാൻ അടിമകൾ ആരും ഉണ്ടായിരുന്നില്ല. യേശു തന്നെ ആ ജോലി ഏറ്റെടുത്തു, അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തു. ഒടുവിൽ തൻ്റെ ജീവനെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
ഇന്നും സഭയിൽ മറ്റുള്ളവരെ നമുക്ക് അനുഗ്രഹിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. നമ്മുടെ സ്വയജീവനെ അർപ്പിച്ചുകൊണ്ടാണത് ചെയ്യേണ്ടത്. ഞാൻ കുറയണം, അവനോ വളരണം. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് എന്ന് പൗലോസ് പറയുകയുണ്ടായല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ മലയാള വാക്യം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞാണ്, അവൻ വളരണം, ഞാനോ കുറയണം. ഈ ഒരു മനോഭാവമാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്നുള്ളത്. ഇനി ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട കീ പീപ്പിൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഞാൻ അത് പറഞ്ഞു പോകാം. കീ പീപ്പിൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ് ഒരാൾ. 12 ശിഷ്യന്മാരും പ്രധാനപ്പെട്ട ഈ സുവിശേഷത്തിലെ ആളുകളാണ്. പീലാത്തോസ്, അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് ഒരു മുഖ്യ വ്യക്തിയാണ്. യഹൂദന്മാരുടെ നേതാക്കന്മാർ, മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ പല പ്രാവശ്യം ഇതിൽ ആവർത്തിക്കപ്പെടുന്ന ആളുകളാണ്. ഇവരൊക്കെയും അതിലെ കീ പീപ്പിളാണ്. ഇനിയും കീ പ്ലേസസ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഈ സുവിശേഷത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഗലീല കടലും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഗലീല ദേശമാണ്. അത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ വടക്കേ ഭാഗമാണ്. ഈ ഗലീല എന്ന് പറയുന്ന നാട്, അവിടെ ഒരു വലിയ ഗലീല കടലുണ്ട്. അത് കടലല്ല, അതൊരു തടാകമാണ്. എന്നാൽ വിശാലമായ തടാകമായതുകൊണ്ട് അവിടെയുള്ള യഹൂദന്മാരതിനെ കടലെന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗലീല കടൽ എന്ന് പറയുന്നത്. അത് ഉപ്പുവെള്ളമില്ലാത്ത ശുദ്ധജലമുള്ള ഒരു തടാകമായിരുന്നു. ഇന്നും അങ്ങനെയാണ് ഗലീല. ഈ ഗലീല ദേശത്താണ് യേശുവിൻ്റെ മുഖ്യമായ ശുശ്രൂഷകൾ നടന്നത്. അതിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് കഫർന്നഹൂം. അവിടെയായിരുന്നു യേശുവിൻ്റെ മെയിൻ സെൻറ്റർ, കഫർന്നഹൂം. പിന്നെ യേശു ജനിച്ച് വളർന്നു വന്ന നസറേത്ത്, പിന്നെ എരിഹോ പട്ടണം, ബഥാന്യ, ഒലിവ് മല, അത് യെരുശലേമിലാണ്. പിന്നെ യെരുശലേം പട്ടണം, ഒടുവിലായി ഗോൽഗോഥ എന്ന മല. ഇതൊക്കെ ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ നാം അറിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, എങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. ഓക്കെ, ഇനിയും നമ്മുടെ സമയം അതിൻ്റെ അവസാനത്തോട് അടുക്കുന്നു. ഈ സുവിശേഷത്തെ സംബന്ധിക്കുന്ന ചില പ്രത്യേകമായ സവിശേഷതകളെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സം സ്പെഷ്യൽ ഫീച്ചേഴ്സ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, മർക്കോസ് ആദ്യമായിട്ട് യേശുവിൻ്റെ ചരിത്രം എഴുതിയ ആളാണ്. ഫസ്റ്റ് ഗോസ്പൽ റൈറ്ററാണ്. ആദ്യത്തെ സുവിശേഷം എഴുത്തുകാരനാണ് ഈ മർക്കോസ്. മറ്റുള്ള സുവിശേഷകന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട് അവരുടെ സുവിശേഷങ്ങളിൽ. ഞാനൊരു എഴുത്തുകാരൻ എഴുതിയത് വായിച്ചു. 31 വാക്യങ്ങൾ ഒഴികെ മർക്കോസ് എഴുതിയ ബാക്കി എല്ലാ വാക്യങ്ങളും മത്തായിയും പിന്നെ ലൂക്കോസും ഒരുപക്ഷെ യോഹന്നാനും കോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ സുവിശേഷങ്ങളിൽ, എക്സെപ്റ്റ് 31 വേഴ്സസ്. എന്തെങ്കിലും ആകട്ടെ, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്. മറ്റുള്ളവർ തങ്ങളുടെ സുവിശേഷങ്ങൾ എഴുതുവാൻ ഇതിനെ അവലംബമാക്കി എടുത്തിട്ടുണ്ട്, ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നീട് അവർക്ക് കിട്ടിയ വിവരങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരും എഴുതി എന്നുള്ളതാണ്. അതുപോലെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റുള്ള സുവിശേഷങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും വിവരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. This gospel records more miracles than the other gospels. അതുപോലെ ഏറ്റവും സമയക്രമമായി, ക്രോണോളജിക്കലായി, കാലഘട്ടത്തിൻ്റെ ക്രമത്തിൽ എഴുതിയിട്ടുള്ള ഒരു സുവിശേഷമാണ്, ക്രോണോളജിക്കലായിട്ട് എഴുതിയിട്ടുള്ള ഒരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. കാര്യങ്ങൾ നടന്ന മുറയ്ക്ക് സമയം തെറ്റാതെ അത് നോക്കി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മർക്കോസിൻ്റെ പുസ്തകം. യേശുവിനെക്കുറിച്ച് മർക്കോസ് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടിമ എന്നുള്ള നിലയ്ക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ജീസസ് ദ സെർവൻറ്റ് ഓഫ് ഗാഡ്, ദ സെർവൻറ്റ് ഓഫ് ദ പീപ്പിൾ. യേശുവിനെ ഒരു ദാസനായി അല്ലെങ്കിൽ ഒരടിമദാസനായി ചിത്രീകരിച്ചിരിക്കുന്നു. മറ്റ് സുവിശേഷകന്മാർ യേശുവിനെ രാജാവായിട്ടും അധികാരിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദാസനായിട്ടാണ് യേശുവിനെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, യേശുവിൻ്റെ ജനനം സംബന്ധിച്ച വിവരങ്ങൾ മർക്കോസ് അതിലേക്കൊന്നും പോകുന്നില്ല.
മർക്കോസ് ഞാൻ പറഞ്ഞല്ലോ വളരെ ആക്ഷൻ പാക്ഡ് ആണ്. യേശുവിൻ്റെ പ്രവൃത്തികളിലേക്ക് നേരെ അങ്ങ് എടുത്ത് ചാടുകയാണ്. തുടങ്ങുന്നത് തന്നെ പ്രവൃത്തികളും സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് ഒന്നാം അധ്യായം തന്നെ തുടങ്ങുന്നത്. വിദ്വാൻമാരെക്കുറിച്ചോ ഹെരോദാവിൻ്റെ കാര്യമോ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചോ നക്ഷത്രം കണ്ട കാര്യമോ ഇങ്ങനെയുള്ള ഒരു വിവരവും അതിനൊന്നും വലിയ പ്രാധാന്യം താൻ കൊടുത്തില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശുവിൻ്റെ പ്രവൃത്തികളൊക്കെ വിവരിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ ഒരു കാര്യം, ഉടനെ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള പ്രയോഗം ധാരാളം പ്രാവശ്യം മർക്കോസ് എഴുതുന്നുണ്ട്. അത് രസകരമായൊരു കാര്യമാണ്. നിങ്ങൾ ഒന്നാം അധ്യായം വായിച്ചാൽ അവിടെ 10 പ്രാവശ്യം ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നുണ്ട്. ഓരോ കാര്യവും സംഭവിച്ചു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി, ഉടനെ അത് ചെയ്തു, ഉടനെ ഇങ്ങനെ ചെയ്തു, ഉടനെ ഇങ്ങനെ സംഭവിച്ചു. അത് രസകരമാണ്. ഉടനെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. അത് മർക്കോസിൻ്റെ ഒരു സവിശേഷതയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു. ഇനിയുള്ള പ്രത്യേകത, ഇത് വളരെ ചുരുക്കമായിട്ടും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നേരെ അങ്ങ് എഴുതിയിരിക്കുകയാണ്. ഒന്നും വളച്ചുകെട്ടൊന്നുമില്ല, നേരെ എഴുതിയിരിക്കുകയാണ്. വളരെ സംക്ഷിപ്തമായിട്ട് ചുരുക്കമായിട്ട് എഴുതിയിരിക്കുന്നു. അത് സമയക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ കൂടുതലും ഗലീലയ്ക്ക് ചുറ്റുപാടുമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. നാം അത് പറഞ്ഞു കഴിഞ്ഞു. കഫർനഹൂം എന്നുള്ള ആ പട്ടണമായിരുന്നു യേശുവിൻ്റെ പ്രവൃത്തിയുടെ ബേസ് എന്ന് പറയുന്നത്. കഫർനഹൂമിനെ ബേസ് ചെയ്താണ് പ്രവൃത്തികൾ ഒക്കെ ഇരിക്കുന്നത്. അവിടെ ചുറ്റിപ്പറ്റിയാണ് യേശു ധാരാളമായിട്ട് പ്രവർത്തിച്ചത്. ഓക്കെ, നാം ഇതുവരെ ഈ വാക്യങ്ങളിൽ നാം കണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം പ്രധാനപ്പെട്ടതാണ്. അത് അടിസ്ഥാനപരമായിട്ടും സമയക്രമത്തിൽ താൻ എഴുതിയ ഒരു പുസ്തകമാണ്. ഇതിന് വേണ്ട റിസർച്ചൊക്കെ നടത്തി ആളുകളോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഈ സുവിശേഷകന്മാരൊക്കെ അങ്ങനെയാണ്. കാരണം മർക്കോസ് യേശുവിൻ്റെ കൂടെ ശിഷ്യനായിട്ട് 3.5 വർഷം നടന്നയാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും ആ നാട്ടിലെ ആളുകളോടും ഒക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി, എന്നിട്ട് മാത്രമേ സമയക്രമത്തിൽ ക്രൊണോളജിക്കലായിട്ട് ഇങ്ങനെ ഒരു സുവിശേഷം എഴുതുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ മർക്കോസ് കണ്ണടച്ചിരുന്നപ്പോൾ ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നാം ആരും ചിന്തിക്കരുത്. അങ്ങനെയൊന്നുമല്ല. ഇതിന് റിസർച്ച് ആവശ്യമാണ്. ഒരു ജീവചരിത്രം എഴുതുമ്പോൾ റിസർച്ച് നടത്തി കാര്യങ്ങൾ അന്വേഷിച്ച് വളരെ ക്ലിപ്തതയോടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നേരിട്ട് കണ്ടവരും കേട്ടവരുമായ ആളുകളോട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഇവരിത് എഴുതിയിട്ടുള്ളത്. മർക്കോസും അങ്ങനെയാണത് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനിയും ഈ 16 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തെ പ്രധാനമായിട്ടും രൂപരേഖയിൽ മൂന്നായിട്ട് തിരിക്കാൻ കഴിയും. സിനോപ്സിസ്. ഒന്നാമത്തേത് തൻ്റെ തുടക്കം, ജനനം, ദൈവത്തിൻ്റെ ദാസനായ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. അതാണ് ഒന്നാം ഭാഗം. അത് കേവലം 13 വാക്യങ്ങളേ ഉള്ളൂ. ഒന്നാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം എങ്ങനെയാണ്. ജനനത്തെക്കുറിച്ചൊന്നും അവിടെയൊന്നും പറയുന്നില്ല. ശുശ്രൂഷയിലേക്ക് നേരിട്ട് തുടങ്ങുകയാണ്. ഒരു ചെറിയ മിനിമം ബാക്ക്ഗ്രൗണ്ട്, യോഹന്നാൻ സ്നാപകൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. പെട്ടെന്ന് മിനിസ്ട്രിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാസനായ ഈ യേശുക്രിസ്തുവിൻ്റെ സന്ദേശവും ശുശ്രൂഷയും, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും മെസ്സേജും. അത് പ്രസംഗം അതുപോലെ എഴുതിയതായിരിക്കണമെന്നില്ല, പക്ഷേ തൻ്റെ പ്രവൃത്തികളിൽ ഒരു സന്ദേശമുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് മുഖ്യമായ ഭാഗം. ഒന്നാം അധ്യായം 14 വാക്യം മുതൽ 13 അധ്യായം 37 വാക്യം വരെ മെസ്സേജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ഗോഡ്സ് സെർവൻറ്റ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദാസനായിട്ട് ശുശ്രൂഷിക്കുവാനാണ് യേശു വന്നത്. ആ ദാസൻ്റെ ശുശ്രൂഷയും പ്രവൃത്തികളും സന്ദേശവും ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മരണവും പുനരുത്ഥാനവും, ഡെത്ത് ആൻഡ് റിസറക്ഷൻ. 14 അധ്യായം 1 വാക്യം മുതൽ 16 അധ്യായം 20 വാക്യം വരെ ഉള്ള 3 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ദാസൻ്റെ
മരണവും പുനരുത്ഥാനവും മർക്കോസ് വിശദമാക്കുന്നു. അതിനിടയ്ക്ക് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും ഒക്കെ ചുരുക്കമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായി ഈ 16 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ വായിക്കുകയും നോട്ടൊക്കെ എഴുതി നിങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യണം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടെ നമുക്ക് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം.